സർ, ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്ന് ഹൈക്കോടതിയിൽ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു, എതിർക്കാൻ SIT. മാത്രമല്ല ഗോവർദ്ധനും അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. സർ, സർക്കാർ ശരിക്കും ഒരു തീക്കളി നടത്തുന്നത് പോലെയാണ് തന്ത്രിയെ വരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സർ, അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഇങ്ങനെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സർ, അവർക്ക് ചുമ്മാതങ്ങ് ഒരു തന്ത്രിയെ, അതും ഈ പറയുന്ന രീതിയിൽ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവിടുത്തെ ഏറ്റവും ഭഗവാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാരിന് ഈ ധൈര്യം കൊടുത്തതിന് പിന്നിൽ RSS നേതൃത്വത്തിൻ്റെ നിശബ്ദമായ ഒരു പിന്താങ്ങൽ, ഒരു സപ്പോർട്ട് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നില്ലേ? ഒന്ന് പറയാമോ സാർ? ശബരിമലയിൽ 2017 തൊട്ട് 19 നടന്ന ആ സ്ത്രീ പ്രവേശനം ആയിട്ട് അനുബന്ധിച്ചുണ്ടായ പ്രക്ഷോഭങ്ങൾ, അവിടുത്തെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ അന്ന് തന്നെ ശരിക്കു പറഞ്ഞാൽ തുടക്കത്തിൽ RSSൻ്റെ സംസ്ഥാന തലത്തിൽ നിന്നും ആദ്യം ഇതിനനുകൂല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായിരുന്നത്. RSSൻ്റെ കേരളത്തിലെ പരമോന്നത നേതാവും ദേശീയ തലത്തിൽ തന്നെ ഒരു ഉന്നത നേതാവുമായിരുന്ന ശ്രീ R. ഹരി ഈ സ്ത്രീ പ്രവേശനത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ജന്മഭൂമി, BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ട് ലേഖനം വന്നിട്ടുണ്ട്, എഡിറ്റ് പേജിൽ. പിന്നീടാണ് സമൂഹത്തിൽ ഒരുപക്ഷെ സമൂഹം എന്നല്ല, ഹിന്ദുക്കളുടെ ഇടയിൽ സ്ത്രീ പ്രവേശനത്തിന് തൽക്കാലം അത്ര അനുകൂലമായ നിലപാടല്ല എന്ന് കണ്ടുകൊണ്ട് BJP ചുവട് മാറ്റിയതെന്ന് ഒരു വ്യക്തമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കേരളത്തിലെ സംഘപരിവാർ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നടക്കുന്നതിലും ഇങ്ങനെ ഒരു സൂചന ഉണ്ടെന്നാണ് നമുക്ക് പല നേതാക്കന്മാരുടെ RSSുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും BJPയുടെ തന്നെ ഒരു നിലപാടുമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. വളരെ ദുർബലമായ സ്വരത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ സർക്കാരിൻ്റെ ഇടപെടലുകളെ പ്രതിരോധിക്കുമ്പോഴും BJPയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ വളരെ ദുർബലമല്ലേ? ഇപ്പം അയ്യപ്പദാസിന് തോന്നുന്നുണ്ടോ BJP ശക്തമായ ഒരു പ്രക്ഷോഭവുമായിട്ട് രംഗത്തിറങ്ങിയതായിട്ട്? എനിക്ക് തോന്നുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ എങ്ങും തൊടാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ശബരിമല വിഷയത്തിൽ BJP നടത്തുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതുവരെ നടന്ന സംഭവ വികാസങ്ങൾ, ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്, ഈ ആദ്യത്തെ അറസ്റ്റ് ചെയ്ത ദിവസം എല്ലാവരും പോലീസിൻ്റെ കയ്യിൽ വ്യക്തമായ എന്തോ തെളിവുണ്ട് എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല വിഷയത്തിൽ തന്ത്രിയുടെ മേൽ ആരോപിച്ചിരിക്കുന്നത് ആചാര ലംഘനമാണ്. വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നു. ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ മുൻകൈ എടുത്ത സർക്കാർ തന്നെയാണ് ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ ഹൈപ്രീസ്റ്റ് എന്ന് പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ അവിടുത്തെ കട്ടിളപ്പാളി ഇളക്കുമ്പോൾ അനുജ്ഞ അദ്ദേഹം കൊടുത്തിരുന്നില്ല. എന്നിട്ടും കട്ടിളപ്പാളി ഇളക്കുമ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തിച്ചില്ല, അദ്ദേഹം മുന്നോട്ടിറങ്ങിയത് തടഞ്ഞില്ല. ഈ പാവം തന്ത്രിക്കൊക്കെ ഈ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെ തടയാനുള്ള ധൈര്യമുണ്ടോ? കേരളത്തിലെ ഏത് പൂജാരിക്കും തന്ത്രിക്കുമാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം? ആകെ ഈ പറയുന്ന ഈ നമ്പൂതിരിമാരെ അല്ലെങ്കിൽ അനുബന്ധ വിഭാഗം എന്ന് പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അവരുടെ എണ്ണം 50,000-ആണ് കേരളത്തിലെ ജനസംഖ്യയിൽ. അതായത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യർ. ആരെയെങ്കിലും നമുക്ക് തല്ലിയാൽ തിരിച്ചു തല്ലില്ല എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ അത് കേരള ബ്രാഹ്മണരെ ആയിരിക്കും. ഞാൻ തമിഴ് ബ്രാഹ്മണരെ അല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ അവര് ആക്റ്റീവായിട്ട് ഇറങ്ങി ഒരു കാര്യത്തിനും അവർ തടയത്തൊന്നുമില്ല. അവർ കണ്ടോണ്ടിരിക്കും. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഏത് ആശയക്കുഴപ്പമായി. അപ്പൊ ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്
ഞാൻ പല ആൾക്കാരും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ മതിയായ ഒരു കാരണവും ഇല്ലെന്ന് പല ചാനൽ ചർച്ചകളിലും പലരും പറയുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ ഇയാൾ കാശ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്, പൂജയ്ക്കും മറ്റതിനും ഒക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടിയിട്ടുണ്ട്, അത് വേറൊരു സത്യം. പിന്നെ ഈ പറയുന്ന മുന്നോട്ടിറങ്ങി ഒരു അനീതിയോ അഴിമതിയോ കണ്ടാൽ തടയാനുള്ള ധീരതയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയോ ഒന്നും ഉള്ള ആളുമല്ല. പക്ഷേ ശബരിമലയിലെ ഒരു സാധനങ്ങൾ മുൻകൈയെടുത്ത് അത് കൊള്ളയടിക്കാനും ഒക്കെ മുൻകൈയെടുക്കാനുള്ള ഒരു ആത്മബലമൊന്നും ഇദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ മറ്റു തന്ത്രിമാരെയും ഒക്കെ തന്നെ പല ആരോപണങ്ങളിൽ പെടുത്താനും ഇവരിൽ നിന്നും താന്ത്രികാവകാശം എടുത്തു മാറ്റാനുമുള്ള ഒരു ശ്രമം ഇപ്പോൾ സർക്കാർ നടത്തും. അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനകളും അതുപോലെ വരുന്ന വാർത്തകളും ഒക്കെ വായിക്കും. പിന്നെ രണ്ട് കാര്യങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും. അയ്യപ്പദാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കഴിഞ്ഞ തവണ ശബരിമലയിൽ ഈ പ്രക്ഷോഭം ഉണ്ടാക്കിയത് NSS ആണ്. ഇപ്രാവശ്യം സുകുമാരൻ നായരെ പിണറായി ബുദ്ധിപൂർവ്വം ആദ്യം തന്നെ അനുനയിപ്പിച്ച് കയ്യിലെടുത്തിരുന്നു. ഇതിലിപ്പോ NSSനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. കാരണം ഇപ്പം പിന്നെ ശബരിമലയിലെ താന്ത്രികാവകാശമോ മറ്റവകാശങ്ങളോ ഒന്നും NSSനോ NSSുമായിട്ട് ബന്ധപ്പെടുന്ന ജാതിക്കോ ഒന്നുമില്ല. അവര് അങ്ങനെ ഉണ്ടെന്ന ഇങ്ങനെയുള്ളൊരു പ്രതീതിയിൽ ചിലർ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ശബരിമലയിൽ നായർ സമുദായത്തിന് ഒരവകാശവും ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് NSSന് നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളത് തന്ത്രി കുടുംബത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ഈ മേൽശാന്തിമാരായിട്ട് വരുന്ന ആൾക്കാർക്കോ ഒക്കെയാണ്. അപ്പോൾ അതവിടെ ഒരു വളരെ സമൂഹത്തിൽ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന് ഉള്ളതാണ്. പക്ഷെ അത് എടുത്ത് നീക്കം ചെയ്ത് ഒരുപക്ഷെ ഞാൻ അതിനൊന്നും എതിരല്ല. കാലത്തിന്റെ മാറ്റത്തിൽ പല കാര്യങ്ങളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ പൂജയ്ക്കും തന്ത്രിസ്ഥാനവും ഒക്കെ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കേണ്ടതായിരിക്കാം. അതൊന്നും ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. അവിടെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വസ്തുത, ഈ ശബരിമലയിലെ തന്ത്രിയെ ദേവസ്വം ബോർഡാണ് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ഒക്കെ നിയമിക്കുന്നതെങ്കിൽ ഈ തന്ത്രിയുടെ മേൽ വലിയ അധികാരം ബോർഡിനുണ്ടാവും. അതായത് ശബരിമലയിൽ രാഷ്ട്രീയ ഇടപെടലിനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് വളരെ കൂടുതലായി. തീർച്ചയായിട്ടും. അപ്പം ഈ സാധ്യത എന്ന് പറയുന്നത് സർക്കാരിന് നാളെ ശബരിമലയിലെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനാണെങ്കിലും അതിന് പറ്റും. കാരണം ഒരു സംശയം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായതുപോലെ അത്തരത്തിലൊരു മൂവ്മെന്റായി ഇതിനെ നമുക്ക് കരുതാം അല്ലേ സാർ? തീർച്ചയായിട്ടും. പത്മനാഭസ്വാമി അപ്പൊ ഇതിലൊക്കെ തന്നെ ഞാനിപ്പം പിണറായി വിജയനെ CPMനെ മാത്രമല്ല BJPക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ സമൂഹം കരുതുന്നതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ്. കാരണം ഒരു മോഡി സിറോക്സ് കമ്പനിയുടെ ഉടമസ്ഥനായ ഒരു വ്യക്തി ഗുജറാത്തിയാണ്. ഇദ്ദേഹം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശവുമായിട്ട് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് എത്തി. എന്നിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. ഞാനത് കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢലക്ഷ്യമുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ അയാൾ അതുമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. സിംഗപ്പൂർ സിറ്റിസൺ ആണ് അദ്ദേഹം. മനസ്സിലായോ? മോഡി സിറോക്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സിറോക്സ് കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ പല കഴുകന്മാരുടെ കണ്ണുകൾ ഈ സ്വത്തിൽ തന്നെയാണ്. അതിന് രാഷ്ട്രീയ ഭേദമില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ഏറിയും കുറഞ്ഞുള്ള വ്യത്യാസമേ ഉള്ളെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ അധികാരം, അവിടെയുള്ള അവശേഷിക്കുന്ന രാഷ്ട്രീയ ഇതര അധികാര കേന്ദ്രമാണ് തന്ത്രി. ആ രാഷ്ട്രീയ ഇതര അധികാര കേന്ദ്രത്തിന് അവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റി അവിടെ രാഷ്ട്രീയ പരമാധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം ഇക്കൂട്ടത്തിലുണ്ട്. സ്വർണം മോഷണം പോയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, മോഷണം പോയി. പക്ഷെ പഴുതുകൾ കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ കയറി വന്ന്
അത് മുതലെടുക്കാൻ പറ്റുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്. ഇവിടെ അത് കൃത്യമായിട്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ കരുതുന്നത് ഈ തന്ത്രി കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുണ്ട്, അവർക്ക് നേരെയും ആരോപണങ്ങൾ വരാം. കാരണം അങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നീക്കം അവിടെ നടക്കും. അതുപോലെ തന്നെ അവിടുത്തെ വാണിജ്യവൽക്കരണം, എയർപോർട്ട് നിർമ്മാണം, സ്ത്രീ പ്രവേശനം, സത്യത്തിൽ ഒന്നാം പിണറായി സർക്കാർ അല്പ ധൃതി കാണിച്ചു. അവര് വെറും ഈ CPM-ന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ CPM ബുദ്ധിപരമായിട്ട് അല്ല ഒരു പ്രവൃത്തിയിൽ ഇടപെടുന്നത്. CPM കൈക്കരുത്തിലാണ്. പാർട്ടി വർഷങ്ങളായിട്ട് വിപ്ലവത്തിലൂടെ വരുന്ന പാർട്ടി അധികാരം പിടിച്ചെടുക്കാൻ ഇത് തോക്കിൻ കുഴലിലൂടെ ആണെന്നുള്ള മാവോയുടെ സിദ്ധാന്തവും അതിൽ നിന്നൊക്കെ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതുള്ള പാർട്ടിക്ക് അതിൽ അവിശ്വാസമൊന്നുമില്ല. പക്ഷെ ആധുനിക ലോകം അങ്ങനല്ല. ഇപ്പൊ അമേരിക്ക വെനിസ്വേലയിൽ ഇടപെട്ട കണ്ടു, ഒരു തുള്ളി ചോര അമേരിക്കക്കാരന്റെ വീണിൽ വളരെ തന്ത്രപൂർവ്വം. അതായത് ഇതിലൊക്കെ അവിടെ ആയുധങ്ങൾ അവർ പ്രയോഗിച്ചു, അത് വേറൊരു വിഷയം. പക്ഷേ അതിലൊക്കെ തന്നെ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കും. ആദ്യത്തെ തവണ പിണറായിക്ക് അത് പറ്റിയില്ല, ബുദ്ധി ഉപയോഗിച്ചില്ല. അത് കാടളക്കി പഴയ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ സ്ത്രീകളെ പോലീസിനെ ഉപയോഗിച്ച് കയറ്റാൻ നോക്കി, നടന്നില്ല. ഇപ്രാവശ്യം ബുദ്ധി ഉപയോഗിച്ച് കെട്ടേണ്ടവരെയൊക്കെ കെട്ടി, പ്രീണിപ്പിക്കേണ്ടവരെയൊക്കെ പ്രീണിപ്പിച്ച്, തന്ത്രിയേക്കാൾ തന്ത്രം ഉപയോഗിച്ച് CPM ശബരിമലയിൽ പാർട്ടിയുടെയും രാഷ്ട്രീയക്കാരുടെയും, പാർട്ടിയുടെ എന്നല്ല ഞാൻ പറഞ്ഞത്, മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും അജണ്ട ശബരിമലയിൽ നടപ്പാക്കും. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ചില രക്തസാക്ഷികളൊക്കെ ഉണ്ടാവും. കണ്ഠരര് രാജീവര്, അയാള് പരിശുദ്ധനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരൊക്കെ ഒരു കറപ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ അവരുടെ ധൈര്യക്കുറവ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അവരങ്ങനെ ആ ഒരു അഴിമതിയുടെ ഒരു കൊള്ളയുടെയും ഒക്കെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അങ്ങേയറ്റത്തെ കണ്ണികളുടെ മുമ്പിൽ തൊഴുതു അവര് തമ്മിൽ നിൽക്കുമ്പോൾ ഈ തന്ത്രി അവിടെ തൊഴുതായിരിക്കും നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ക്രൂശിക്കപ്പെടുന്നത് ഇവരായിരിക്കും. ഇവർക്ക് നേരെ ജനരോഷം തിരിച്ചുവിട്ട് ഇവിടെ ഒരു പുരോഗമനത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കി അങ്ങനെ ഈ ശബരിമലയിൽ രാഷ്ട്രീയ നേതൃത്വം അധികാരം പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എനിക്ക് ശബരിമലയിലെ ഒരു ചെറിയ സംശയം ഇതിൽ ചോദിക്കാനുണ്ട് സാർ. അതായത് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങും തൊടാതെ പറയുമ്പോൾ, സാർ G ഹരി എന്ന RSS നേതാവിനെയും പറയുമ്പോൾ, സാർ RSSന്റെ ഒരു മൗനമായ പിന്തുണ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ഉണ്ടാകുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അത് സാർ പറഞ്ഞു പോയോ എന്ന് സാർ കൂട്ടത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു. അത് അങ്ങനെ ഒരു ഇതുണ്ടോ സാർ? അങ്ങനെ ഒരു RSS സപ്പോർട്ട്? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ പോലെ ഇത്ര ശക്തമായ ഒരു പ്രസ്ഥാനം ഈ അതിശക്തമായിട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് പിണറായി വിജയൻ ഒരിക്കലും ഈ ഒരു രീതിയിൽ അറസ്റ്റിലേക്ക് കടക്കത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യുകയുള്ളായിരുന്നു. കാരണം തിടുക്കത്തിൽ ഈ അറസ്റ്റ് ചെയ്തതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹം RSSന്റെ ഒരു ഔദ്യോഗിക നേതാവൊന്നും അല്ല, പക്ഷെ സഹയാത്രികനായിട്ടിരിക്കുന്ന നന്ദകുമാർ, എന്താണ് അദ്ദേഹത്തിന്റെ ആ പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ പേരെന്താണ്? അത് ഞാൻ മറന്നുപോയി. അറിയാം സാർ, അറിയാം. അദ്ദേഹം ഇന്നൊരു ചാനലിന് മാതൃഭൂമിക്കാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തന്ത്രി കുടുംബത്തിന്റെ അധികാരം എടുത്ത് മാറ്റണം, അവർക്ക് പഴയ കാലത്തെ ഇല്ല, അത് എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം. 100 കൊല്ലത്തിൽ താഴെ ആയിട്ടുള്ളൂ ഈ താഴമൺ കുടുംബത്തിന് താന്ത്രിക അവകാശം വന്നിട്ട്. ഒരു കാരണവശാലും അവര് അംഗീകരിക്കാൻ പറ്റില്ല, അവർ കൊള്ളയാണ് നടത്തുന്നത് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരുപക്ഷെ RSSന്റെ പ്രാന്ത പ്രചാരകനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോഴുള്ള തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ സഹയാത്രികൾ, നമ്മുടെ RSSന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളുടെ വക്താവായിട്ട് എപ്പോഴും ഇരിക്കുന്ന ശ്രീ TG മോഹൻദാസും ഒക്കെ തന്നെ തന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് പലയിടത്തും. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ അതിശക്തമായ TG മോഹൻദാസ് സാർ വളരെ അതിശക്തമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അപ്പൊ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു അന്തർധാര സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ RSS അത് നിലപാട് വ്യക്തമാക്കട്ടെ. തീർച്ചയായിട്ടും.